ഇന്നത്തെ മന്ത്രിസഭായോഗം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള അംഗീകാരം നൽകിയെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭയിലെ ചീഫ് വിപ്പായി CA അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചു. അഡ്വക്കേറ്റ് KC വിൻസെന്റിനെ ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാൻ യോഗം തീരുമാനമെടുത്തതായും അദ്ദേഹം പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ലെന്നും അവർക്ക് സംരക്ഷണം നൽകുമെന്നും നികുതി നൽകാനുള്ള സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുനമ്പം ഞാനൊരു വാചകം പറയുന്നുണ്ടായിരുന്നു. അവിടെ രണ്ട് മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതിന് അന്നത്തെ സർക്കാർ കൂട്ടുനിന്നു പറഞ്ഞില്ലേ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. ശരിക്കും വഖഫ് ഭൂമിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സാണ് അല്ലേ, ഇവർ കയ്യേറ്റക്കാരാണ് അല്ലേ. പിന്നെ അവരെ ഒഴിപ്പിക്കാൻ കോടതിക്കും പാടായിരിക്കും, ഗവൺമെൻറ്റിനും പാടായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് ഒരു 8ൻ്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കും, അവർക്ക് അവിടെ അവരുടെ സ്ഥലത്ത് നികുതി നൽകാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കും. വയോജന വകുപ്പിന്റെ രൂപീകരണത്തിന് വേണ്ടിയുള്ള തീരുമാനം നേരത്തെ മന്ത്രിസഭ എടുത്തിരുന്നുവെന്നും പുതിയ വകുപ്പിന്റെ കീഴിൽ വരേണ്ട വിഷയങ്ങൾ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി നിയമിച്ചിരുന്ന T അഷ്റഫ് അലിയെ ലോകായുക്തയുടെ സ്പെഷ്യൽ അറ്റോർണിയായും കേരള സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായും നിയമിച്ചതായും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ടുഡേ കേരള. പുരാതന കാലത്തെ പന്തലായനി കൊല്ലം. ഗ്രീസും റോമും അറേബ്യയും ചൈനയും വ്യാപാരത്തിനെത്തിയ മലബാറിലെ വിശ്വപ്രസിദ്ധമായ തുറമുഖ നഗരം. വാസ്കോ ഡ ഗാമ കപ്പിലിറങ്ങിയ ചരിത്രഭൂമി. കേരള ഗാന്ധി കേരളത്തിന്റെ ജന്മനാട്. പാരമ്പര്യവും പ്രൗഢിയും ഇഴചേർന്ന നമ്മുടെ സ്വന്തം കൊയിലാണ്ടിയുടെ മണ്ണിലേക്ക് അറബിക്കടലിന്റെ തിരമാലകൾക്കൊപ്പം ആവേശമുയർത്തിക്കൊണ്ട് കൊയിലാണ്ടിക്കാർക്ക് ഇനി ഷോപ്പിംഗിന്റെ പുത്തൻ അനുഭവം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ സ്മാർട്ട് ബസാർ ഇതാ നമ്മുടെ കൊയിലാണ്ടിയിലും. ഇനി വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഒരേ കുടക്കീഴിൽ. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ, ആരും കൊതിക്കുന്ന വമ്പൻ വിലക്കുറവിൽ. വരൂ, ചരിത്രമുറങ്ങുന്ന കൊയിലാണ്ടിയിൽ ലാഭത്തിന്റെ പുതിയ ചരിത്രം നമുക്ക് ഒരുമിച്ച് കുറിക്കാം.